ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രമ്യാസ് മാജിക് വേൾഡ്. അപ്പം നല്ല ഒരു മഴവില്ല് ഞങ്ങളുടെ മുറ്റത്ത് കണ്ടതാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പം അതൊക്കെ പോട്ടെ, നമ്മുടെ മഴവില്ല് മാഞ്ഞു പോകുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ റംബൂട്ടാൻ സീസൺ ആണല്ലോ. അപ്പോൾ റംബൂട്ടാൻ വെച്ച് തന്നെയുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതാണ്ട് നമ്മുടെ റംബൂട്ടാനൊക്കെ തീരാറായി, ലാസ്റ്റ് ആണ് പറിച്ച് വെച്ചിരുന്നു. നമ്മുടെ ഈ റംബൂട്ടാനും കൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റംബൂട്ടാൻ ചമ്മന്തി. അപ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. ഇതുപോലെ മഞ്ഞ, പച്ച, അങ്ങനെ ആ ഒരു ഷെയ്ഡിൽ വരുന്ന റംബൂട്ടാൻ മതിയാവും നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ. കാരണം ഇച്ചിരി പുളി വേണമല്ലോ. പഴുത്തത് വെച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കിട്ടുമ്പോൾ നമ്മൾ ആ രീതിയിൽ ചൂസ് ചെയ്യാം. അങ്ങനെ റംബൂട്ടാൻ നമ്മൾ എടുത്ത് കുരുവിയിൽ നിന്ന് ചെത്തിയെടുത്ത് വൃത്തിയാക്കി ചമ്മന്തിക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചു. ഇഞ്ചി, കറിവേപ്പില, ഈ ഒരു ചെറിയ ബൗള് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, തേങ്ങ ചിരിക്കുന്നത്. പിന്നെ റംബൂട്ടാൻ കണ്ടില്ലേ, ഇതുപോലെ കുരുവിൽ നിന്ന് പൾപ്പ് മാത്രം എടുത്ത് വെച്ചു. പിന്നെ ഇതുപോലത്തെ ഉണ്ടമുളക്, അത് ഞാൻ ഉണ്ടമുളക് ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. അവരവരുടെ കയ്യിൽ എന്താണോ ഉള്ളത്, കാന്താരിയാണെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കുക. എരിക്ക് ആവശ്യമായിട്ട് അവരവർ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഉണ്ടമുളക്, അതിന് 3 ചെറുള്ളി, ഇത്രയും കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം നമുക്കറിയാമല്ലോ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന. പിന്നെ റംബൂട്ടാൻ, ഇവിടെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ ഇതുപോലെ, റംബൂട്ടാനകത്ത് ഇച്ചിരി വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും, അല്ലെങ്കിൽ നമ്മൾ ചമ്മന്തിയിൽ വെള്ളം ഒഴിക്കരുത്. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. കാരണം തേങ്ങ നമുക്ക് അത്ര അങ്ങ് അരഞ്ഞ് കിട്ടണ്ട. അപ്പോൾ ഇത്രയും അരച്ചുകൊണ്ട് വരുമ്പോൾ കണ്ടില്ലേ, ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് റംബൂട്ടാനൊക്കെ ചേർന്ന് അങ്ങനെ വരും. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഇനി തേങ്ങ നമ്മൾ ഇത്രയും ഒരു ചെറിയ ബൗൾ തേങ്ങ, ചെറിയ കുഞ്ഞു ബൗൾ, ഈ തേങ്ങ ഇട്ട് അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ടു. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഒരു വെറൈറ്റി ആയിട്ടൊരു ചമ്മന്തി. കണ്ടില്ലേ, നമ്മൾ ഓണക്കാലമാണ്, നമ്മുടെ സദ്യക്കൊക്കെ നമ്മൾ ചമ്മന്തി എടുക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് റംബൂട്ടാൻ ഇഷ്ടംപോലെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചമ്മന്തി വളരെ പെട്ടെന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചമ്മന്തിയാണ്. സാധാരണ നമ്മുടെ തേങ്ങാ ചമ്മന്തി അരച്ച് നമ്മൾ ബോറടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വെറൈറ്റി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഒരു ഓണക്കാലവും കൂടെ എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.